welcome to Apron. ഇന്ന് നമ്മുടെ 5 minute റെസിപ്പിയുടെ സെക്കൻഡ് റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ ചിക്കൻ വട എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കൻ ആണ് ഫസ്റ്റ് വേണ്ടത്. നമുക്ക് എല്ലില്ലാത്ത പീസ് തന്നെ വേണം ഈ ചിക്കൻ വട ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഉള്ളിയാണ്. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി കൊത്തി അരിഞ്ഞതാണ്. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും അരിഞ്ഞതാണ്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും 1 ചെറിയ പീസ് ഇഞ്ചി കൂടി ചതുക്കി വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഒരു വലിയ പച്ചമുളക് നൈസായിട്ട് അരിഞ്ഞതാണ്. ഇനി നമുക്ക് കുറച്ച് മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം മിക്സിയിലിട്ടിട്ട്. അപ്പോൾ നമുക്കത് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ പേസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. നല്ല നൈസായിട്ട് അരിയണം കേട്ടോ, എപ്പോഴും ഉള്ളി അരിയുമ്പോൾ. അപ്പം അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ പീസ് ഇഞ്ചിയാണ്. അപ്പോൾ വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇതിനെക്കാട്ട് കൂടുതൽ ഇടാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച കോൺഫ്ലവറും 1 ടീസ്പൂൺ കോൺഫ്ലവറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ആയാലും ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കൈ കൊണ്ടാട്ടോ മിക്സ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്കതിനെ കൈ വെച്ചിട്ടൊന്ന് വടയുടെ ഷേപ്പാക്കി എടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് വടയുടെ ഷേപ്പായി കിട്ടും. ഇപ്പം നമ്മുടെ വടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ എടുക്കുന്നത് ഒരു കുണ്ടുള്ള പാനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നമ്മുടെ വട മുക്കി പൊരിക്കുമ്പോൾ അത് പൊട്ടാണ്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ കുണ്ടുള്ള പാൻ എടുക്കുന്നത്. നമുക്ക് ഓരോ വടയായിട്ട് ഇട്ട് കൊടുക്കാം. അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിനെ കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ വടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ കോരിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള വടയും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് അതിനെയും കൂടി കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ വടയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും വരുന്നുണ്ട്. നാളെ നമ്മുടെ വീഡിയോസ് ഉണ്ട്. അപ്പം എല്ലാവരും ഇത് മറക്കാണ്ട് കാണണം. താങ്ക്